ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് രാവിലെ അമ്മയ്ക്കും ദേവുവിനും ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ദേവുവിനെ രാവിലെ അമ്മയുടെ കൂടെ ഒരുക്കി വിട്ടതിന് ശേഷം നേരെ അടുക്കളയിലോട്ടാണ്. കുഞ്ഞിപ്പെണ്ണ് ഉറക്കമാണ്. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് വന്ന് ഇന്ന് അടുക്കള ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമില്ല, അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ പാത്രവും വാരി വെളിയിലിട്ടിട്ട് മൊത്തം പാത്രവും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. പക്ഷേ വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വീണ്ടും അതാത് സ്ഥാനങ്ങളിൽ അടുക്കി പറക്കി എടുത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പൊടിയിടുന്ന സെക്ഷനാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഈ ഒരേപോലത്തുള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് വേണ്ടുന്നവർ പറഞ്ഞാൽ മതി. അപ്പം അതെല്ലാം അതിലാണ് ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് വെക്കുന്നത്. ഈ കടുക്, ജീരകം, ഉലുവ, അങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതുപോലെ മുളക് പൊടിയൊക്കെ നമ്മുടെ അത്യാവശ്യത്തിനുള്ളത്, മല്ലിപ്പൊടി, മസാലപ്പൊടി, പഞ്ചസാര, തേയില, പുളി, ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ആ ഫ്രണ്ട് തട്ടിൽ ആ കുഞ്ഞ് ബ്ലാക്ക് അടപ്പുള്ള ടിന്നുകളിൽ ഞാൻ ആക്കി വെക്കുന്നത്. ബാക്കിലോട്ടുള്ളതിൽ നീല അടപ്പിലുള്ളതിൽ നമ്മൾ കടല, പയർ, ഉഴുന്ന്, അങ്ങനത്തെ ഉള്ള വാളംപുളി, മറ്റേ അതിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു ടിന്നുകളുണ്ട്. ആ നീലയുടെ തന്നെ അതിലൊക്കെ കുരുമുളക് പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, അങ്ങനത്തെ ഉള്ള പൊടികൾ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതെല്ലാം അതാത് സ്ഥാനങ്ങളിൽ വീണ്ടും ടിന്നെല്ലാം നല്ല വൃത്തിയായിട്ട് ഞാൻ എപ്പോഴും തുടയ്ക്കുക, എന്നാലും ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കി എല്ലാ അതാത് സ്ഥാനങ്ങളിൽ ഞാൻ അവിടെ ന്യൂസ് പേപ്പറാണ് വിരിച്ചിരിക്കുന്നത്. എല്ലായിടത്തും ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിതുപോലെ ക്ലീൻ ചെയ്യാൻ എളുപ്പം ന്യൂസ് പേപ്പറാണ്. അപ്പോൾ വൃത്തികേടാകുമ്പോൾ നമുക്ക് മാറ്റാം. മറ്റേതാകുമ്പോൾ തുടച്ചാലും ചിലപ്പോൾ അഴുക്കൊക്കെ പോയി ആദ്യത്തെ ആ ഒരു ഭംഗിയെ കാണത്തുള്ളൂ, പിന്നെ ആ ഒരു ഭംഗി കാണില്ല. അതുകൊണ്ട് വാൾപേപ്പർ ഉള്ളിടത്തെല്ലാം ഞാൻ തുടയ്ക്കും. അല്ലാത്തടത്തൊക്കെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്യാറാണ്. അപ്പം ഞാനിപ്പോൾ ഞങ്ങളുടെ വല്യമ്മച്ചിമാരുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ പത്രം വരത്തില്ല. അപ്പോൾ പപ്പയുടെ നിന്നും വല്യമ്മച്ചിമാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ന്യൂസ് പേപ്പർ ആദ്യം അവിടെ ചെല്ലുമ്പോഴേ ന്യൂസ് പേപ്പർ തരണേന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഏട്ടായി എൻ്റെ അടുത്ത് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടൊന്ന് പോയി വീണ്ടും തിരിച്ച് വന്ന് ന്യൂസ് പേപ്പർ എല്ലാം പറക്കി വെക്കും. ഞാൻ ഈ തകൃതിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട, ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ. ആൾ ജോലിക്ക് പോവും. അമ്മയും ദേവനും ഉച്ചയ്ക്ക് കല്യാണ വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ കയറി ഇതെല്ലാം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് അതുകൂടാതെ എനിക്ക് 2 ബാത്റൂം ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ അല്ലാണ്ട് ഏറെ പണികളുണ്ട്. അപ്പോൾ രാവിലെ അടുക്കളയിലെ സെക്ഷൻ അങ്ങ് ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. പിന്നെ തിങ്കളാഴ്ച ദേവന് സ്കൂൾ അവധിയാണെങ്കിലും ചൊവ്വാഴ്ച തൊട്ട് പോകണ്ടേ, റിപ്പബ്ലിക് ഡേയുടെ അവധിയല്ലേ തിങ്കളാഴ്ച. ചൊവ്വാഴ്ച തൊട്ട് പോകേണ്ടതിന് അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വെക്കണം. തേങ്ങ തിരുകി വെക്കണം, ഉള്ളി പൊളിച്ച് വെക്കണം. അപ്പോൾ പെട്ടെന്ന് അവിടെ എല്ലാം തുടച്ച് ന്യൂസ് പേപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും എല്ലാ കബോർഡും കാര്യങ്ങളും എല്ലാം ഞാൻ തുടയ്ക്കുന്നുണ്ട്. ഒന്നും ഒരു സ്ഥലവും മിസ്സാവാതെ ഞാൻ തുടയ്ക്കുന്നുണ്ട്. എൻ്റെ കണ്ണിന് കാണുന്നതെല്ലാം ഞാൻ അപ്പോൾ അങ്ങ് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ആ ഷെൽഫ് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒതുക്കിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഷെൽഫ് ഞാൻ ഒതുക്കാത്തത്. കാരണം അത് നമ്മൾ എടുക്കുന്നതല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ ഇതുപോലെ നല്ല നല്ല പാത്രങ്ങളെല്ലാം ഇങ്ങനെ ഷെൽഫിലും സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ്, ഞാനും അതുപോലെ തന്നെയാണ്. നല്ല നല്ല പാത്രങ്ങളെല്ലാം അടുക്കി ഞാനങ്ങ് ഷെൽഫിൽ പൂജിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ആളെടുത്തു സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്. അതും സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അല്ലാത്ത നല്ല പ്ലേറ്റുകളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ ഷോക്കേസിൽ ഒരു ഭംഗിക്ക് വെച്ചേക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഞങ്ങൾക്ക് കല്യാണത്തിന് പ്രസൻറ്റേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ ഷെൽഫിൽ ഇങ്ങനെ സ്റ്റോക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ആളെനിക്ക് സാലറി ഇന്നലത്തെ സാലറി കൊണ്ടുവന്നതിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം അങ്ങനെയാണോ? നമ്മളിപ്പോൾ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയാൽ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മുളക് പൊടി ടിന്നിലോ മല്ലിപ്പൊടി ടിന്നിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത്. ചിലപ്പോൾ പിന്നീട് അത് നമ്മൾ മറന്നു പോകും. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും ഒതുക്കാൻ കയറുമ്പോഴായിരിക്കും ആ പൈസയുടെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അടുക്കി പറക്കി ഒതുക്കി അപ്പം തന്നെ ആ സൈക്കിളൊക്കെ ഞാനങ്ങ് തൂക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ അടുക്കളയുടെ ഒരു പ്രായം എന്ന് പറയുന്നത് എൻ്റെ ഏട്ടായിയുടെ പ്രായം കണക്കൂട്ടിയാൽ മതി. ആൾക്ക് 1 വയസ്സുള്ളപ്പോൾ അങ്ങാണ്ട് വെച്ച വീടാണ്. അപ്പം 27 വർഷത്തോളം പഴക്കമുള്ള ഈ വീട് ഇങ്ങനെ ഒരു മേക്ക് ഓവറൊക്കെ ഞാൻ ചെറിയ രീതിയിൽ കുറേ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആ ചിമ്മിനിയുടെ അടുപ്പ് കത്തിക്കുന്നിടം നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അവിടെ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ഓരോ സാധനങ്ങൾ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ആ പോർഷനിലാണ് ഇന്ന് ഞാൻ ചോറും കറിയും അതൊക്കെ വെക്കുമ്പോൾ എടുത്ത് വെക്കുന്നത്. പിന്നീടാവുമ്പോൾ നമ്മുടെ ചിമ്മിനി മേളിൽ ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റൊക്കെ വീശുമ്പോൾ പൊടിയൊക്കെ വന്ന് ഉള്ളിലോട്ട് വീഴാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ വെക്കുന്നില്ല. അപ്പുറത്തെ സൈഡിലോട്ടാണ് വെച്ചേക്കുന്നത്. ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ അല്ലാത്ത സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഉപ്പ്, കല്ലുപ്പ്, നമ്മുടെ ടിഷ്യൂ പേപ്പർ, റൈസ് കുക്കർ, അതൊക്കെയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം പിടിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ 3 മാസത്തോളമായി വെള്ളമില്ല. നമ്മുടെ കയ്യിൽ വലിയ പാത്രങ്ങളൊന്നുമില്ല. ആകെ 2-3 ബക്കറ്റ് മാത്രമേ ഉള്ളൂ വലുതെന്ന് പറയാൻ. ബാക്കി എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളാണ്. അപ്പം ഞാൻ അതിലൊക്കെ ഇതൊക്കെ പാത്രം കഴുകാനായതുകൊണ്ടാണ് നമ്മൾ തുറന്ന് വെച്ചേക്കുന്നത്. ഈ വെള്ളമെല്ലാം എടുത്ത് നമ്മൾ പാത്രം കഴുകാനൊക്കെയാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ തിരിച്ച് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വന്നിട്ട് വേണം ഇച്ചിരിയും കൂടെ നീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പാത്രം എല്ലാം മാറണ്ടായോ.
പക്ഷേ അതിന് നല്ല രീതിയിൽ വെള്ളമൊക്കെ നമ്മുടെ കിച്ചണിൽ വേണം. എന്നാൽ മാത്രമേ അതുപോലെ തന്നെ അടിയിലത്തെ തട്ടിൽ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങൾ എനിക്ക് അല്ലാണ്ട് ഈ പാചകം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ആ കാണുന്നതേ ഉള്ളൂ കേട്ടോ. അതിനപ്പുറം പാത്രങ്ങളൊന്നുമില്ല. പിന്നെ 2-3 നോൺ സ്റ്റിക്ക് കടായിസ് ഉണ്ട്. അത് ഞാനങ്ങ് ഉള്ളിലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓവറായിട്ട് പാത്രങ്ങൾ നമ്മൾ വെറുതെ ഉപയോഗിക്കാതെ ഇങ്ങനെ പാചകം ചെയ്യാത്ത കുറേ ചട്ടിയും കലം അതൊന്നുമില്ല. കുറേയൊക്കെ ഞങ്ങൾ കൊടുത്ത് കാശ് വാങ്ങിച്ച് കുറേതിലൊക്കെ മാറ്റി സാധനങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറത്ത് അങ്ങനെ ഒന്നും വെക്കല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത്യാവശ്യത്തിന് എളുപ്പമുള്ള സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൻ്റെ പുറത്താണ്. ബ്രഷ് ഹോൾഡറും അതുപോലെ നമ്മൾ പിസ്തയൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നൊക്കെ ഓരോരുത്തർ എടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കുന്നത്. നമ്മൾ വേറെ എവിടെ വെച്ചാലും വീണ്ടും ആ പൊസിഷൻ അവിടെ തന്നെ വരും. ഗ്രീൻ ടീയുടെ ബാഗ് അതൊക്കെ എടുക്കാൻ എളുപ്പത്തിനാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ അവളെടുത്ത് കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഫ്രിഡ്ജ് ഓൾറെഡി ക്ലീനാണ്. ഫ്രീസറിൽ ഐസ് പോകാനായിട്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രീസറിൽ അടപ്പില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രീസറിൽ ഐസാവും. ഇനി അവിടെ അതിലെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതുപോലെ സൈഡിലത്തെ ബോക്സുകളെല്ലാം നമ്മുടെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയും ബോക്സുകളൊന്നുമില്ല. ആകെ ഒറ്റൊരു ബോക്സ് മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ തക്കാളി, പച്ചമുളക് അങ്ങനത്തുള്ള സാധനങ്ങളാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജ് മൊത്തം എടുത്ത് ഒരു ദിവസം വെള്ളം എടുത്ത് വെച്ചിട്ട് കഴുകിയായിരുന്നു. ഇപ്പോൾ എപ്പോഴും നമ്മളൊരു വീട്ടിൽ നിന്ന് വെള്ളം പിടിക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനൊരിതല്ലാത്ത ഞാൻ ഇന്ന് കഴുകുന്നില്ല. എല്ലാം ഒന്ന് ഒട്ടിച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നതേ ഉള്ളൂ. അപ്പം വെള്ളത്തിൻ്റെ ബോക്സും അതുപോലെ തന്നെ ഞങ്ങളിവിടെ തണുത്ത വെള്ളക്കാരുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളം എല്ലാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാ ഭാഗവും ഒന്ന് തുടച്ച് നീറ്റാക്കി വീണ്ടും എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം മീൻകറി എന്ന് പറയുന്നത് ഇന്നലെ വെച്ചതാണ്. തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് അതുപോലെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. കാരണം ഇന്ന് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട. രസം ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒന്ന് അടിച്ച് വാരുവാണ്. മറ്റേ ഞാൻ ഉള്ളി ബോക്സൊക്കെ കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിയിലെ തൊലി മാത്രം അതിൽ പൊഴിഞ്ഞ് കിടന്നതെല്ലാം തട്ടിക്കുടഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മൊത്തത്തിൽ അടിച്ച് വാരുവാണ്. ഈ മേളിലിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് വേറെ എങ്ങോട്ടും എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ മേളിലിരിക്കുന്ന സാധനങ്ങൾ ആളുടെ ഫുട്ബോളിൻ്റെ നെറ്റ്, പിന്നെ അല്ലാണ്ട് ഫിഷ് ടാങ്കൊക്കെ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ തൈരൊക്കെ വാങ്ങിക്കുന്ന ടിന്നൊക്കെ ഞാൻ മേളിലെടുത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷെഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഷെഡിലോട്ടൊന്നും ആക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഷെഡിലോട്ട് ആക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വന്നതിന് ശേഷം ഈ വീട്ടിലൊരു മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുക്കി പറക്കി മൊത്തം അതാത് സ്ഥാനങ്ങളിൽ ഈ ഒരു റീഅറേഞ്ചിൽ എത്തിച്ചത് ഞാനാണ്. ഇതിന് മുമ്പ് ഈ വീട്ടിൻ്റെ ഈ അടുക്കളയുടെ പൊസിഷൻ വേറൊരു രീതിയായിരുന്നു. ഇപ്പം ഞാൻ ഒരു വിധത്തിൽ എല്ലാം അറേഞ്ച് ചെയ്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചൊന്ന് ആ ഒരു അപാകതകളൊക്കെ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. കാലക്രമേണ ഈ വീട് പൊളിച്ചിട്ട് വേറെ വീട് വെക്കാനുള്ള പ്ലാനാണ്. കാരണം ഇത് നമ്മൾ കുടുംബമാണല്ലോ. ഇത് പൊളിച്ചിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വീട് എത്ര ഇനി എന്താ പറയുക, കുടിലാണെങ്കിലും അവിടെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ കുഞ്ഞിനെ ഉറക്കിയിട്ടും അല്ലെങ്കിൽ ദേവൂട്ടനുള്ള സമയത്താണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാം റീഅറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വീട് മൊത്തത്തിൽ എല്ലായിടവും ഇതുപോലെ ഓരോ സെക്ഷൻ വെച്ച്, ഒരു ദിവസം അടുക്കളയാണെങ്കിൽ ഒരു ദിവസം ഹാള്, ഒരു ദിവസം റൂം, അങ്ങനെ നമുക്ക് പറ്റൂലല്ലോ, ഒരുമിച്ച് പറ്റൂലല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ക്ലീൻ ആക്കാറുണ്ട്. അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീനാക്കി വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. അപ്പം തുടപ്പം അടുക്കളയിൽ ആ ഒരു പണിയെല്ലാം ഒതുങ്ങിയിട്ട് വേണം ഇനി എനിക്ക് ബാലൻസ് പണിയിലോട്ടൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടച്ചും കൂടി ഇട്ടിട്ട് അതിൽ അവിടെ 2 കസേര കിടപ്പുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ള കസേര. അപ്പോൾ അതെടുത്ത് കളയാൻ തോന്നാത്തതുകൊണ്ട് അതിൽ കുഷ്യനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിലൊരു തുണി വെച്ച്, അമ്മയുടെ സാരിയാണ്, അമ്മേനെ എപ്പോഴും പരാതി പറയും, നീ എൻ്റെ എല്ലാ സാരിയും വെട്ടിമുറിച്ച് കളയാണ്. അപ്പം ഞാൻ ഉപയോഗിക്കാത്ത തലമാര ഇരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ വെട്ടിമുറിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു മനസ്സുഖമാണല്ലേ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.